بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്തുൽ അൻകബൂത്ത് 22 മുതൽ 24 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വമാ അൻതും, ഇതിൽ വമാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻതും എന്നതിൽ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ച് ഉച്ചരിക്കണം. അൻതും. പദത്തിന്റെ അന്ത്യത്തിലെ സാക്കിനത്തായ മീമിനെ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കുക. അൻതും ബിമുഅ്ജിസീൻ. ശേഷം ബ വന്നതാണ് ഈ ഇഖ്ഫായിനുള്ള കാരണം. ബിമുഅ്ജിസീന ഫിൽ അർദ്, ഐൻ സ അങ്ങനെ തുടങ്ങിയ എല്ലാ ഹർഫുകളും കൃത്യമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഫിൽ അർദി, റാഇന് തഫ്ഖീമാണ്. സ്വരഭാരത്തോടെ റാ ഉച്ചരിക്കുക. റാ സാക്കിനത്തും തൊട്ടു മുമ്പിൽ ഫത്ഹയും ഉള്ളതുകൊണ്ട് തഫ്ഖീം ചെയ്ത് റാഇനെ ഉച്ചരിക്കുക. ദ്വാദിനും തഫ്ഖീമാണ്. എന്നാൽ ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക, അതിന് കസ്റ ഉള്ളതുകൊണ്ട്. ഫിൽ അർദി വലാ ഫിസ്സമാ. ഇവിടെ അന്ത്യത്തിൽ വരുന്നതായ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. ദീർഘാക്ഷരമായ അലിഫ് ശേഷം ഹംസ ഇവ രണ്ടും ചേർന്ന് തുടരെയായി ഒറ്റപ്പദത്തിലായി വന്നതാണ്. ഇതിനുള്ള കാരണം 4-5 ഹറക്കത്തിന്റെ അളവിൽ ഇവിടെ ദീർഘം നൽകൽ നിർബന്ധമാണ്. എന്നാൽ വഖഫിന് വേണ്ടി പൂർത്തിയാക്കി 6 ഹറക്കത്തിന്റെ അളവ് വരെ ആകാവുന്നതുമാണ്. വമാ ലക്കും മിൻ ദൂനില്ലാഹ്. വമാ ലക്കും എന്നതിലെ സാക്കിനത്തായ മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ചു മണിക്കണം. മുശദ്ദദത്തായ ഒറ്റ മീമാക്കി മാറ്റി ഉച്ചരിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ അതിന് പേര് നൽകാവുന്ന ലയിപ്പിക്കൽ. മിൻ ദൂനില്ലാഹി, ഇതിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. മിൻ ദൂനില്ലാഹി മിൻ വലി, സാക്കിനത്തായ നൂൻ ശേഷം വാവ് എന്നതുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചുച്ചരിക്കുക. പൂർണ്ണമായും ലയിപ്പിക്കില്ല, മറിച്ച് ഭാഗികമായി. മിൻ വലി, അപ്രകാരം വലിയ വല, അവിടെയും തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. മിൻ വലിയ വല നസീർ. നസീർ എന്ന് പറയുമ്പോൾ സ്വാദ് തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ അക്ഷരമാണ്. കുറഞ്ഞ തഫ്ഖീമേ അതിനുണ്ടാവുകയുള്ളൂ, കസ്റ ആയതുകൊണ്ട്. അന്ത്യത്തിൽ വന്ന റാഇൽ തർക്കീഖാണ്, കാരണം വഖഫിന് വേണ്ടി അതിന് സുക്കൂനും തൊട്ടുമുമ്പിൽ സാക്കിനത്തായ യാഉം ഉണ്ട് എന്നതുകൊണ്ട് നസീർ എന്ന് നേർപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. വല്ലദീന കഫറൂ. കഫറൂ എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, എന്നാൽ റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചുച്ചരിക്കുക. വല്ലദീന കഫറൂ ബിആയാതില്ലാഹി, എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റെത്. അവയെ ദീർഘിപ്പിക്കുന്ന അലിഫുകൾക്കും തർക്കീഖ്. ബിആയാതില്ലാഹി വലിഖാഇ, ഇതിൽ വന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധം. ദീർഘത്തിൽ തഫ്ഖീം വേണം. ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്, തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരം. ഈ അക്ഷരത്തെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതിനാൽ ആ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിർത്തുക. വലിഖാഇഹി, വലിഖാഇഹി ഉലൈക്. വലിഖാഇഹി എന്ന ദ്ദമീറിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസിന്റെ വിധി നൽകപ്പെടുന്ന
മദ്ദുസ്സിലതിൽ കുബ്ര എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അവിടെ ഉച്ചാരണത്തിലുള്ള യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വലിഖാഇഹി ഉലൈക്, ഈ പദം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഈ പദത്തിലുള്ള ഉലൈക എന്ന അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മദ്ദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം. ഉലൈക യഈസൂ മിർ റഹ്മതി. മിർ റഹ്മതി, ഇവിടെ സക്കനത്തായ നൂനിനെ ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്ത് റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. മിർ റഹ്മതി, നൂനിന്റെ ഉച്ചാരണം തീരെ ഇല്ലാതാവുകയാണ്. റാ മാത്രമാണ് പിന്നീട് ഉച്ചരിക്കപ്പെടുക. മിർ റഹ്മതി വഉലൈക്, ഇവിടെയും മദ്ദ് മുത്തസിൽ വാജിബ് നൽകിയ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. 4-5 മാത്ര നൽകിക്കൊണ്ട്. ലഹും അദാബുൻ അലീം, ഇവിടെ 2 ഇൽഹാറുകളാണ്. ലഹും എന്നതിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവിയും അദാബുൻ അലീം എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽഖിയും നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. ലഹും അദാബുൻ അലീം. ഫമാ കാന ജവാബ ഖൗമിഹി, എല്ലാ അലിഫുകൾ അതുപോലെ അവ അല്ലാത്ത മറ്റക്ഷരങ്ങൾ എല്ലാറ്റിനും തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖൗമിഹി എന്നതിലെ ഖാഫിന് തഫ്ഖീമാണ്, ഇസ്തിഅലാന്റെ ഹർഫ്, അതുകൊണ്ട് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അല്ലാത്തവക്കെല്ലാം തർക്കീഖ്, എല്ലാം ഇസ്തിഫാലിന്റെ ഹർഫ്. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ, ഖൗമിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര, നേരത്തെ പറഞ്ഞ മദ്ദ് മുൻഫസിലിന്റെ വിധി നൽകപ്പെടുന്ന ദീർഘം 4-5 മാത്ര നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. വീണ്ടും ഇല്ലാ അൻ, ഇതിലുള്ള ദീർഘമാകട്ടെ മദ്ദ് മുൻഫസിൽ ജായിസ്, 4-5 മാത്രം നൽകിയ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയം. അൻ ഖാലു, ഇവിടെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി ഖാഫിന് മുമ്പിൽ വന്നതുകൊണ്ട് മറച്ച് മണിച്ചുച്ചരിക്കുക. ഖാഫ് തഫ്ഖീം ചെയ്യപ്പെടുന്ന ഇസ്തിഅലാന്റെ ഹർഫാണ് എന്നതുകൊണ്ട് നൂനിന്റെ മണിക്കലിലും തഫ്ഖീമാണ്. ഖാലു, ഖാലു എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീം ഉള്ളതുപോലെ അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം നൽകുക. ഖാലു എന്ന് ആ അലിഫിലും തഫ്ഖീമിനെ നിലനിർത്തുക. ഖാലു ഖ്തുലൂഹു, ഖാലു എന്നതിലെ വാവിനെ ഇൽത്തിഖാഉ സാക്കിനൈന്റെ പരിഹാരമായി കളഞ്ഞുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഹദ്ഫ് ചെയ്യുക. 2 സുക്കൂനുകൾ തുടരെയായി വരിക എന്നതാണ് ഇൽത്തിഖാഉ സാക്കിനൈൻ. ഖാലു എന്ന വാവിന്റെ ദീർഘാക്ഷരമായ വാവിന്റെ സുക്കൂനും ഖ്തുലൂഹു എന്നതിലെ ഖാഫിന്റെ സുക്കൂനും ഉച്ചാരണത്തിൽ തുടരെയായി വരികയാണ്. അക്കാരണത്താൽ വാവിനെ, ദീർഘാക്ഷരമായ വാവിനെ ഒഴിവാക്കുന്നു. ഖാലു ഖ്തുലൂഹു, ഖാഫിന് തഫ്ഖീം കൊടുക്കണം. കൂടാതെ ഖൽഖല സുഗ്റ നൽകി ഖാഫിന്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഖാലു ഖ്തുലൂഹു ഔ ഹർരിഖൂഹു ഫഅൻജാഹു അല്ലാഹ്, എല്ലാ അക്ഷരങ്ങളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ഹർരിഖൂഹു, റായിന് കസ്റ ഉള്ളതുകൊണ്ട് തർക്കീഖാണ് നേർപ്പിക്കുക എന്ന അവസ്ഥ. ഹർരിഖൂഹു ഫഅൻജാഹു അല്ലാഹ്, സക്കിനത്തായ നൂൻ ഈ പദത്തിലുള്ളതിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കണം. ഫഅൻജാഹു അല്ലാഹു, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ലാമിനെ ഉച്ചരിക്കുക. ആ തഫ്ഖീം അതിന്റെ അലിഫിലും ഉണ്ടാകണം. അല്ലാഹു മിനന്നാർ, മിൻ അന്നാർ. ഇവിടെയും ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കാൻ നൂനിന് സുക്കൂനുള്ളത് മാറ്റി ഫത്ഹ നൽകി മീന മീന എന്ന് മിനന്നാർ എന്ന് ഉച്ചരിക്കുന്നു.
നൂൻ മുശദ്ദദയുണ്ട്. അന്നാർ. വീണ്ടും ഇന്ന ഫീ ദാലിക. ഈ ശബ്ദ നൽകപ്പെട്ട നൂനുകൾക്കൊക്കെയും മണിക്കൽ എന്ന അവസ്ഥയാണ് ഉന്നത നൽകുക 2 ഹറക്കത്തിന്റെ അളവിൽ. വഖഫ് ചെയ്യുമ്പോൾ അന്നാർ എന്ന് അന്ത്യത്തിലുള്ള റായിൽ തഫ്ഖീമാണ് ഉണ്ടാകുക. തടിപ്പിച്ചുച്ചരിക്കണം. ചേർത്തോതുകയാണെങ്കിൽ അതിന്റെ കസ്റ ഉച്ചരിച്ച് തർക്കീഖ് അന്നാരി ഇന്ന എന്ന് ഉച്ചരിക്കും. അപ്പോൾ മിനന്നാർ എന്ന് തഫ്ഖീം ചെയ്യുക റായിനെ. കൂടാതെ അന്ത്യത്തിൽ വന്ന ആ ദീർഘം മദ്ദ് സുക്കൂൻ 4 അല്ലെങ്കിൽ 6 ഹർക്കത്തിന്റെ അളവ് വരെ പൂർത്തിയാക്കുകയൊക്കെ ആകാം. ഇന്ന ഫീ ദാലിക ലആയാത്. ലആയാതിൽ ലിഖൗം. തൻവീനിനെ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിലാ ഗുന്ന. ലിഖൗമി യുഅ്മിനൂൻ. ലിഖൗം. ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഫ് ഉച്ചരിക്കുക. ലിഖൗമി യുഅ്മിനൂൻ. തൻവീനിനെ യായിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. ലിഖൗമി യുഅ്മിനൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وما أنتم بمعجزين في الأرض ولا في السماء وما لكم من دون الله من ولي ولا نصير. والذين كفروا بآيات الله ولقائه أولئك يئسوا من رحمتي. أولئك يئسوا من رحمتي وأولئك لهم عذاب أليم. فما كان جواب قومه إلا أن قالوا اقتلوه أو حرقوه. إلا أن قالوا اقتلوه أو حرقوه فأنجاه الله من النار. إن في ذلك لآيات لقوم يؤمنون.